സ്വർഗത്ത് പോകാനിരിക്കുന്നവന്മാരാണ്. പക്ഷെ ഒന്ന് മരിക്കാൻ പറഞ്ഞാൽ ബഹളം വയ്ക്കും, ആശുപത്രിയിൽ പോവും. ഇവിടെ സ്വർഗത്തിൽ പോകുന്നവന്മാർ നമ്മളെന്തിനാ കരയുന്നത്? ആഹ്ലാദിക്കുകയല്ലേ വേണ്ടത്. പി ഇത് വായിക്കുകയല്ലേ ചെയ്യേണ്ടത്. തമിഴ്നാട്ടുകാർ പുല്ലുപോലെ അത് ചെയ്യും. കാരണം ആളുകൾ മെനക്കെട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നും മരണം വളരെ സ്വാഭാവികമാണെന്ന് അറിയുന്നതുകൊണ്ടാണ് തമിഴ്നാട്ടിലുള്ളവരെല്ലാവരും ഡാൻസ് ചെയ്യും, പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നത്. അത്രയും പോലും വിവരമില്ലാത്ത മതവിശ്വാസികളാണ് നമുക്കിവിടെ ഉള്ളത്. ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മയ്ക്കകത്തു നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. ജീവനെപ്പറ്റിയും ജീവിതത്തിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ മരണത്തിനെപ്പറ്റി പറഞ്ഞ് പേടിപ്പിച്ച് അവരെ നിയന്ത്രിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, നമുക്കറിയുന്ന എല്ലാ സങ്കീർണ ജീവികളും അവരുടെ മക്കളിലൂടെയാണ് ജീവിക്കുന്നത്. അല്ലാതെ ഈ മരണശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം വ്യക്തിഗതമായി ഒരാളും ചോദിക്കേണ്ട കാര്യമില്ല. വേറെ ജീവികളുടെ ഭക്ഷണമായി മാറിപ്പോവും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങിപ്പോയി ജീവിക്കുന്നതിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ആത്മാവൊക്കെ പഴയ മണ്ടന്മാരുടെ സാധനമാണ്. അങ്ങനെ ഒരു സാധനമേ ഇല്ല. പേടിയുള്ളവന്മാർ കാണുന്നതാണ് ആത്മാവിനെയും ദൈവത്തിനെയൊക്കെ. പേടിയുണ്ടെങ്കിൽ ഇത് രണ്ടും കാണും. ഇനി ഈ പറയുന്നവന്മാർക്ക് ആർക്കെങ്കിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനെ പറ്റി അവന്മാർക്ക് എന്തും അറിയാവുന്നേ? പണ്ടുള്ള മണ്ടന്മാർ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം വായിച്ചിട്ട് പറയുന്ന വരികളല്ലാതെ വേറെ എന്താ അവനറിയാവുന്നേ? ഒന്നും അറിഞ്ഞൂടാ. അതേസമയത്ത് ശാസ്ത്രത്തിൻ്റെ മുന്നിൽ നമുക്ക് ഇന്നറിയാം, നമ്മുടെ മുന്നിൽ ഈ മരിച്ച ജീവികൾ ഇല്ലാതായി പോവുകയും മക്കൾ ജീവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടെ? അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയാനായിട്ട് ഈ പഴയ മണ്ടന്മാരെഴുതിയ പുസ്തകം എന്തിനാണ് നമ്മൾ വായിക്കേണ്ട ആവശ്യം? ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിനകത്ത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ അവയവങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് മരിക്കുക എന്ന് കാണുന്നതാണ് മരണശേഷം ആലോചിക്കേണ്ടത്. അല്ലാതെ മരിച്ചതിന് ശേഷം ജീവിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയിലല്ല. അല്ലാതെ കല്ലറയൊക്കെ ഉണ്ടാക്കി വെച്ച് ഓർമ്മപ്പെടുത്തണമെന്ന് ആലോചിക്കുന്നത് ഈ MLA-മാർ ബസ് സ്റ്റോപ്പിൻ്റെ മേലെ പേരെഴുതി വയ്ക്കുന്ന പോലെയാണ്. കൊച്ചു ദരിദ്രവാസികളായ യശോവാർത്ഥികളുടെ കാര്യമാണ്. ഈ കല്ലറ കാരണം കൊണ്ട് ഒരു പ്രദേശത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാതായി പോവുക എന്നുള്ള അല്ലയോ ഉണ്ടാകുന്നത്. ശരീരമല്ല ആത്മാവാണെന്ന് ഒരു വശത്തോടെ അവന്മാർ പഠിപ്പിക്കും. എന്നിട്ട് അവസാനം ദൈവം വിളിക്കുമ്പോൾ എണ്ണീറ്റ് പോകുന്നത് ഈ ശരീരം കൊണ്ടാണെന്ന് വിചാരിക്കും കൂടെ ചെയ്യുന്ന മണ്ടന്മാരല്ലേ അവന്മാർ. ശരീരമേ അല്ല, നമ്മൾ ആത്മാവാണെന്നാണല്ലോ അവന്മാർ പറയുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണോ ഈ ശരീരം കുഴിച്ചിടുന്നതിനെ പറ്റി ചർച്ച തുടങ്ങുന്നത്? എന്തിനാ? എത്ര അസംബന്ധം പിടിച്ച വരികളായതൊക്കെ. ഇതൊക്കെ വലിയ അറിവാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ വേദപുസ്തകങ്ങളിലെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിനൊക്കെ? ഒരു വിവരവും ഇല്ലാത്ത കാലത്ത് മണ്ടന്മാർ കുത്തിയിരുന്ന് എഴുതി വച്ചിരിക്കുന്ന വിവരക്കേട് മുഴുവനും കൂടെ ചേർത്തതാണ് ഈ വേദപുസ്തകമില്ല.